ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. പിടിച്ചോ. സർ, കേരളം ഇന്ന് വരെ ആർജിച്ച സാമൂഹിക സാംസ്കാരിക സമ്പദ്ഘടനയുടെ അടിത്തറ തകർക്കുന്ന സൺസെറ്റ് ബജറ്റാണ് ഈ സഭയിൽ അവതരിപ്പിച്ചത്. എന്താ ഉറക്കം വരുന്നു? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബജറ്റ് പ്രസംഗം വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ് സാർ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കേരളത്തിന്റെ ആവശ്യകതകളെയും അനിവാര്യതകളെയും പരാമർശിക്കാതെ ബജറ്റ് സഭയുടെ വിലപ്പെട്ട സമയം കൊല്ലി പരിപാടി മാത്രമായി മാറിപ്പോയി സാർ. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു നയാ പൈസയ്ക്ക് ഗതിയില്ലാത്ത കടത്തിൽ മുങ്ങിയ ഒരു സർക്കാരിന്റെ ധനകാര്യ ബജറ്റ് ഇങ്ങനെയൊക്കെയല്ലേ തയ്യാറാക്കാൻ പറ്റൂ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അല്പം കൂടി വെള്ളം. കെട്ടിട നിർമ്മാണ ഫീസ് കൂട്ടിയും നികുതി കൂട്ടിപ്പിക്കും വർദ്ധിപ്പിക്കുക സർക്കാർ. സ്ത്രീ നീതിയും സുരക്ഷയും ഉറപ്പുവരുത്താൻ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ല. അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. സ്ത്രീകളുടെ സംഘടനയുടെ യോഗം വിളിച്ചു ചേർത്ത് അതിൽ നിർദ്ദേശങ്ങൾ വഹിച്ചത്, പക്ഷേ അതൊക്കെ പ്രഹസനമാണ് എന്നാണ് തോന്നുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ അതിന്റെ മൗലികാവകാശ 3000 കോടിയുടെ സാമ്പത്തിക സമാഹരണം ഈ ബജറ്റിൽ വായുവിൽ നിൽക്കുകയാണ് സാർ. നിങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ കപ്പൽ ആടി ഉലയുകയല്ല, ഈ കപ്പൽ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണ്. ആ തീരത്ത് വിജയത്തിന്റെ ചെങ്കൊടി പാറും. കോപ്പാണ് കോപ്പ്. കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും ബാധ്യത്തിനൊന്നും ഒരു കുറവില്ല. ഈ ബജറ്റ് സൂര്യോദയമല്ല സാർ, കടുത്ത ഇരുട്ടിലേക്ക് നയിക്കുന്ന സൂര്യാസ്തമയ ബജറ്റാണ് സാർ. ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ബഹുമാനപ്പെട്ട ധനമന്ത്രിയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളും ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുമണ്ഡലത്തിലേക്ക് ഉയർന്നു വന്നയാളാണ്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? വിദേശ സർവകലാശാലകളെ കുറിച്ച് അനുകൂല അഭിപ്രായം പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ TP ശ്രീനിവാസനെ വഴിയിൽ തള്ളിയത് താങ്കൾക്ക് ഓർമ്മ കാണുമല്ലോ. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. ഇപ്പോൾ ഇന്നത്തെ ഈ നിലപാട് മാറ്റത്തിനൊപ്പം അദ്ദേഹത്തിനുള്ള മാപ്പ് കൂടി ഈ ബജറ്റിൽ എഴുതി ചേർക്കുന്നത് നന്നായിരിക്കും. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. മാസങ്ങൾ നീണ്ടുനിന്ന സമരം നടത്തി എത്രയെത്ര അധ്യയന ദിവസങ്ങൾ നഷ്ടമാക്കി, എത്രയെത്ര ആളുകളുടെ തലയും കുട്ടികളുടെ കൈയും തലയും കൈകാലുകളും കർണപടങ്ങളും അടിച്ചു പൊട്ടിച്ചു. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ. കാഴ്ച നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ വരെ ഉണ്ടായിരുന്നു. 1.5 പതിറ്റാണ്ടുകൾക്കിപ്പുറം നിങ്ങൾ മറന്നുപോയ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ, ആ സമരങ്ങളിൽ രക്തസാക്ഷിത്വം വഹിച്ച സഖാക്കൾ. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഇന്ന് ഈ സഭയിൽ വരാൻ അവസരം ലഭിച്ചാൽ അവർ നിങ്ങളെ നോക്കി കുലംകുത്തികൾ എന്ന് വിളിക്കാതിരിക്കില്ല സാർ. കച്ചവടത്തിനും സ്വകാര്യവൽക്കരണത്തിനുമെതിരെ പോരടിച്ച് കൂത്തുപറമ്പിലെ തെരുവിൽ രക്തസാക്ഷിത്വം മരിച്ച ധീരരെയും ജീവിച്ചിരിക്കുന്ന പുഷ്പനെയും വിറ്റ് വോട്ടാക്കുന്ന നിങ്ങൾ ഈ രംഗത്തെ നശിപ്പിച്ച് സ്വകാര്യവൽക്കരിച്ച് കക്ഷി രാഷ്ട്രീയ അതിപ്രസരം കാണിച്ച് പ്രബുദ്ധമായ കേരള അക്കാഡമിക് സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് സാർ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.